നമസ്കാരം. കിറ്റക്സ് സാബു പറഞ്ഞ ആറ്റം ബോംബ് എന്താണ് എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതിൽ മറ്റു പല പ്രധാന വിഷയങ്ങളും കൂടി ചേർന്ന് കിടപ്പുണ്ട്. കിറ്റക്സ് സാബുവിനെ ഏതെങ്കിലും ഒരു പക്ഷത്ത് ആക്കണം എന്നതാണ് കമ്മികളുടെ ഇപ്പോഴത്തെ പ്രധാന ധർമ്മം. എങ്കിലേ അവർക്ക് മനസമാധാനം കിട്ടൂ. പ്രത്യേകിച്ച് മൂപ്പരെ സംഘിയാക്കണം. സംഘിയോ കൊങ്ങിയോ എന്തോ ആക്കട്ടെ, ഇതൊന്നും സാബുവിന് പുത്തരിയല്ല എന്നതാണ് പ്രസംഗത്തിലൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എല്ലാ പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ടുണ്ട് എന്നാണ്, സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തായിരുന്നു ആ വാക്കുകൾ? എന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. പൂത്തൃക്കയിൽ പാർട്ടിയുടെ പരിപാടി തടസ്സപ്പെടുത്താൻ MLA-യും കൂട്ടരും ഇന്റർനെറ്റ് കട്ട് ചെയ്തു. PV ശ്രീനജൻ MLA ചെയ്യുന്ന ദ്രോഹം മൂലം കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണ്. അധികാരമോ പദവിയോ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം മുമ്പ് വന്നിട്ടുണ്ട്. UDF-ലും CPM-ലും BJP-യിലും സീറ്റ് കിട്ടുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല. 2021 തിരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VD സതീശനും വന്ന സീറ്റുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മന്ത്രി P രാജീവ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ 5 തവണ എന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന് തെളിവ് ചോദിച്ചാൽ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം. ഇവരൊക്കെ രാത്രി വന്ന് എന്റെ സഹായം തേടുന്നവരാണ്. ഞാൻ CPM ആണെന്ന് വരെ പ്രചാരണമുണ്ടായി. കഴിഞ്ഞ ദിവസം സംഖ്യയാക്കി, നാളെ കൊങ്ങിയാക്കും. BJP-കാരൻ വന്നു പറഞ്ഞാൽ സീറ്റിന് വേണ്ടി ചാടുന്നവനല്ല ഞാൻ. ഇത്രയേറെ അസഹിഷ്ണുതയുള്ള CPM എന്തിന് കിറ്റക്സ് സാബുവിനെ കാണാൻ പോയി എന്ന് വ്യക്തമാക്കേണ്ട ചുമതല എന്തായാലും പോയ മന്ത്രി P രാജീവിനുണ്ട്, CPM-നുണ്ട്. അവർ എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും എന്തിനു പോയി എന്നുള്ളത് നട്ടെല്ലുണ്ടെങ്കിൽ CPM തുറന്നു പറയേണ്ടതാണ്. രാഷ്ട്രീയ ശത്രുവായി കാണുന്ന ഒരാളെ കാണാൻ രാത്രിയുടെ മറയിൽ എന്തിനു പോയി? മുഖ്യമന്ത്രിയുടെ CMRL-ലുമായുള്ള ബന്ധത്തിന്റെ എല്ലാം നോക്കിയിരുന്നത് പോലും മന്ത്രി P രാജീവാണ്. ആൾ കരുതുന്നത് പോലെയല്ല, അപാരമായ ഒരു ടൈപ്പ് മുഖ്യനുമായുണ്ട് എന്ന് ഈ പറഞ്ഞതിലൂടെയൊക്കെ തന്നെ വ്യക്തമാണ്. മുഖ്യൻ പറയാതെ എന്തായാലും മന്ത്രി പദവിയിലിരുന്ന P രാജീവ് കിറ്റക്സ് സാബുവിനെ കാണാൻ പോകില്ലെന്ന് 101% ഉറപ്പാണ്. P രാജീവിനും അപ്പുറം മറ്റേത് CPM നേതാക്കളാണ് കാണാൻ വന്നിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കിറ്റക്സ് സാബുവിനുമുണ്ട്. നിരന്തരം 2020-ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM 2020 ഭീഷണിയാകുമെന്ന് കണ്ട് തങ്ങളുടെ ഭാഗത്തേക്ക് കൊമ്പ് ചാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇതിലൂടെ വ്യക്തം. എന്നിട്ടും നടക്കാതെ വന്നതിന്റെ പക മുഴുവൻ തീർക്കുകയാണ് കുന്നത്തുനാട് MLA വഴിയെന്ന് വ്യക്തം. നാണം കെട്ട CPM ഇരുട്ടിന്റെ മറയിൽ ചെയ്യുന്ന നെറിയട്ട കളികളാണ് ഈ കേൾക്കുന്നത് മുഴുവൻ. ഒരുപക്ഷെ കിറ്റക്സ് സാബു കണ്ണൂരിലായിരുന്നുവെങ്കിൽ പണ്ടേ തീർന്നേനെ. അത്രയേറെ വൈരാഗ്യം തോന്നിയ ഒരാളെയാണ് 51 വെട്ടുവെട്ടി CPM തീർത്തത്. ഇവിടെയാണെങ്കിൽ പോലും ഇത്രയേറെ ജനസമ്മതിയും പിടിപാടും ഉള്ളത് കൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു സത്യം. എങ്ങനെയും സാബുവിനെ ചാക്കിലാക്കി 2020-യുടെ വളർച്ച തടയുകയും തങ്ങളുടെ വോട്ട് ചോർച്ച തടയുകയും അഴിമതിയും ദുർഭരണവും നിർബാധം തുടരുകയുമാണ് CPM ലക്ഷ്യമിട്ടിരുന്നതെന്ന് വ്യക്തമാണ്. നന്ദി.